കണ്ണൂരിൽ സ്റ്റേഡിയം കോർണറിൽ നിന്ന് മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, മഴയുടെ ഒരു പ്രതിസന്ധിയുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ മഴയുള്ള ദിവസങ്ങളിലും ഉത്രാടപ്പാച്ചിൽ പുരോഗമിക്കുന്നത് കണ്ണൂരിൽ? പ്രജിത്ത്, നമുക്കറിയാം ഈ തിരുവോണത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ഉത്രാടമാണ്. ആ ഉത്രാട ദിനത്തിൽ സാധാരണഗതിയിൽ വലിയ തിരക്കൊക്കെ അനുഭവപ്പെടേണ്ടതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്റ്റേഡിയം കോർണറാണ്. സ്റ്റേഡിയം കോർണറിൽ കഴിഞ്ഞ ഈ ഓണക്കാലത്തൊക്കെ അല്ലെങ്കിൽ വിശേഷ സമയങ്ങളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തെ അത്ര തിരക്ക് ഇത്തവണ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം ഇത് രാവിലെ തൊട്ട് തന്നെ കനത്ത മഴയായിരുന്നു കണ്ണൂരിൻ്റെ വിവിധ മേഖലകളിൽ വലിയ മഴ അനുഭവപ്പെടുന്നുണ്ട്. ഈ മഴയായതുകൊണ്ട് തന്നെ ഈ കച്ചവടക്കാരെയും ആളുകളെയൊക്കെ തന്നെ അത് സാരമായി ബാധിച്ചിട്ടുണ്ട്. കാരണം ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അത് വിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം തുടക്കത്തിലൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ കണ്ണൂരിൽ ഉണ്ടായിരുന്നു. മലയോര മേഖലയിലൊക്കെ തന്നെ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ സ്റ്റേഡിയം കോർണർ ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു താൽക്കാലിക മാർക്കറ്റാണ്. അതായത് ഈ ഒരു വിശേഷ സമയങ്ങളിൽ മാത്രം സജീവമാകുന്നൊരു സ്ഥലമാണ് ഇവിടം. വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. കാരണം മഴയൊന്ന് അല്പം ഒന്ന് മാറി നിന്നിട്ടുണ്ട്. അതുതന്നെയാണ് ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാകുന്നത് എന്ന് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കറിയാം ഉത്രാടപ്പാച്ചിലിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ്. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് വീട്ടിലേക്ക് വേണ്ട ആവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ തന്നെ വാങ്ങാനുള്ളൊരു അവസാന നിമിഷ ഒരുക്കത്തിലാണ് ആളുകൾ ഒക്കെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വലിയ തിരക്ക് നമുക്ക് എല്ലാ സ്ഥലത്തും കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. തുണിയും പൂക്കളും മറ്റ് എന്തൊക്കെ വേണോ ഈ ഓണം ആഘോഷമാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണോ അതൊക്കെ നേടിയ അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി ആളുകളൊക്കെ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. ഈ ഒരു ഭാഗത്ത് തുണിയും മറ്റ് സാധനങ്ങളൊക്കെ ആണെങ്കിൽ റോഡിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഈ പൂക്കൾ ധാരാളമായി ഒരുക്കിയിരിക്കുന്നത്. ആ ഒരു പ്രദേശം മുഴുവൻ പൂക്കൾക്ക് വേണ്ടി മാത്രമായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. റോഡ് സൈഡിലൊക്കെ തന്നെ ഈ പൂക്കൾ വിൽക്കുന്ന ധാരാളം കടകളുണ്ട്. വലിയ തിരക്ക് നമുക്ക് അവിടെയും ദൃശ്യമാകുന്നുണ്ട്. കാരണം അവസാന നിമിഷമായതുകൊണ്ട് തന്നെ ഈ നല്ല പൂക്കൾ നമുക്കറിയാം ഈ നേരത്തെ പൂക്കളൊക്കെ വാങ്ങി വെച്ചാൽ അത് വാടിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടി അവസാന നിമിഷം പൂക്കളൊക്കെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഒരുക്കം പലയിടത്തും നടക്കുന്നുണ്ട്. ആ ഒരു രീതിയിലൊക്കെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് കേൾക്കണം. വാങ്ങാൻ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിൽപ്പന കേന്ദ്രങ്ങളും ഇവിടെയുണ്ട്. പ്രജിത്ത്, ഓക്കെ, മിഥുനാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അവിടെ മഴയൊക്കെ മാറിയപ്പോൾ വൈകുന്നേരമായപ്പോഴേക്കും സ്റ്റേഡിയം കോർണറിലടക്കം വലിയ തിരക്കുണ്ട് എന്നുള്ളതാണ് മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.